കയറി വാ ചേച്ചി. എന്താ ചേച്ചി? മോളെ, നമ്മുടെ ആ വീഡിയോ എല്ലാരും കണ്ടു കേട്ടോ. എന്നോടിന്ന് കുറേ പേര് സംസാരിച്ചു. ആൾക്കാർക്കൊക്കെ ഇപ്പോഴാ കാര്യം മനസ്സിലാവുന്നേ. ഞാൻ രാവിലെ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴും ഒരു 3-4 പേര് ചോദിച്ചു. അവർക്കറിയേണ്ടതേ ആ വിഷം കലക്കിയ പെണ്ണിന്റെ പേരും അവരെവിടെയാ താമസിക്കുന്നൊക്കെയാ. അയാള് പറഞ്ഞത് കാര്യമാട്ടോ മോളെ. ഇങ്ങനെയൊരു സംഭവമൊക്കെ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാ അവർക്കൊക്കെ തിരിച്ചറിവുണ്ടാവുന്നത്. കേട്ടോമ്മേ, 4-5 വിളിയൊക്കെ നമുക്കും വന്നല്ലോ. അതിന്റെ അർത്ഥം അയാള് പറഞ്ഞ പോലെ ആ വീഡിയോ എത്തേണ്ടടുത്ത് എത്തിയെന്നാണല്ലോ. അയാളൊന്ന് വിളിക്കണം. ചെയ്യാത്ത കുറ്റത്തിന് എത്ര കാലം ശിക്ഷിക്കാൻ പറ്റും? ചുറ്റുമുള്ള എല്ലാവരും ഇതാണ് യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കട്ടെ. അപ്പോ കനത്തിലുള്ള കോളുകൾ തന്നെ വരും. ഇതന്നാ അമ്മയെ കൊണ്ടുപോയ അഗതി മന്ദിരല്ലേ, അവിടെ നിന്നാ വിളിക്കുന്നത്. ഹലോ മോളെ, ശങ്കർജിയാണ്. ആ, എന്താ ശങ്കർജി? അവിടെ അമ്മയ്ക്ക് തൻ്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ രാധിക മോളോട് സംസാരിക്കാനാണ് വിളിച്ചത്. ആ, പറഞ്ഞോളൂ ശങ്കർജി. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോ രാധിക ആരാ, എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും ചോദിക്കാൻ എനിക്ക് പറ്റിയില്ല. ഇന്നലെ രാത്രിയാണ് ആ വീഡിയോ കാണുന്നത്. നിങ്ങളുടെ ആറ്റുവാശ്ശേരി സദ്യയില്ലേ, ഇത്രയ്ക്കും പ്രശ്നങ്ങളിലൂടെ നടന്നുപോയ ആളാണെന്ന് എനിക്ക് ചിന്തിക്കാനേ പറ്റിയില്ല. പക്ഷേ ഒരു കാര്യത്തിൽ കുട്ടിയെ അഭിനന്ദിച്ചേ പറ്റൂ. സ്വന്തം സങ്കടങ്ങൾ വളരെ ആഴത്തിലുള്ളതായിട്ട് പോലും മറ്റുള്ളവരുടെ വേദനകൾ ഇല്ലാതാക്കാൻ കുട്ടി സമയം കണ്ടെത്തുന്നു. നല്ല മനസ്സുള്ളവർക്കേ അത് തോന്നും. നന്ദി ശങ്കർജി. ശങ്കർജിയെ പോലുള്ള ഒരാളിൽ നിന്നും ഇതൊക്കെ കേൾക്കാന്ന് പറഞ്ഞ. ആറ്റുവാശ്ശേരി സദ്യയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയാ? അത് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ വീഡിയോ ഒക്കെ കണ്ട് ആളുകളുടെ തെറ്റിദ്ധാരണയൊക്കെ മാറിയാൽ പതുക്കെ പതുക്കെ തുടങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ അഗതി മന്ദിരത്തിൽ ഓണാഘോഷവും ഉണ്ടാവും. എങ്കിൽ പിന്നെ അതിനുള്ള സദ്യ രാധികയുടെ ആറ്റുവാശ്ശേരി സദ്യ തന്നെ ആയിക്കോട്ടെ. അയ്യോ ശങ്കർജി, കുട്ടിയുടെ നല്ല മനസ്സിലുള്ള സമ്മാനമാണെന്ന് കൂട്ടിക്കോളൂ. ഓണ ദിവസം ഒരു 200 പേർക്കുള്ള സദ്യ, അതാ ഞങ്ങളുടെ ആവശ്യം. എന്റെ ഗുരുവായൂരപ്പ. പണം എത്രയാണെന്ന് പറഞ്ഞാ മതി. അതിന്റെ നേര് പകുതി ഇന്ന് തന്നെ അക്കൗണ്ടിൽ വരും. ഞാൻ കെയർടേക്കർ ഊർമിളയോട് നമ്പർ കൊടുത്തിട്ട് മോളെ വിളിക്കാൻ പറയാം. അക്കാര്യങ്ങളൊക്കെ ഊർമിളയോട് പറഞ്ഞാ മതി. ശങ്കർജി, സത്യം പറഞ്ഞാൽ അതെനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഇവിടെ ഉണ്ട്. ഒരു തിരിച്ചുവരവുണ്ടാവുമെന്ന സംശയത്തിലായിരുന്നു ഞങ്ങൾ ഇതുവരെ. ഇതിലും വലിയൊരു തുടക്കം ഞങ്ങൾക്കിനി കിട്ടാനില്ല. നന്ദിയുണ്ട്. മോൾ ഇത്രയ്ക്ക് എക്സൈറ്റഡ് ആവേണ്ട കാര്യമില്ല. മോൾക്ക് അതിന് അർഹതയുണ്ട്. ഊർമിള വിളിക്കുമ്പോഴേ നിങ്ങൾ തമ്മിൽ കാര്യങ്ങൾ സംസാരിച്ചോളൂ. എത്ര കറികൾ വേണം, എന്തൊക്കെ വേണോന്നൊക്കെ. ഓ മോളെ, അപ്പോ ഓണസദ്യയുമായിട്ട് ഓണാഘോഷത്തിന് മോള് കൂടി വരണം.